Welcome to Flavors of India. ഇത് ഹിമാചലിലെ മറ്റൊരു പ്രഭാതം. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം അറിയാമല്ലോ, സാറാഹനാണ്. സാറാഹനിലാണ് നമ്മൾ ഇന്നലെ എത്തി നിൽക്കുന്നത് അല്ലേ. രാത്രി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റത് രാവിലെ നോക്കുക, എത്ര മനോഹരമായ പകൽ. ഇപ്പോൾ സമയമൊന്നും അധികം ആയിട്ടില്ല, 6:30 ആയിട്ടുള്ളൂ. രാവിലെ 6:30 മണിയായപ്പോൾ തന്നെ നോക്കും, നമ്മുടെ നാട്ടിലൊരു 8 മണിയൊക്കെ ആയ പ്രതീതിയുണ്ട് അല്ലേ. ആ ബാക്കിൽ ആ സ്നോ ക്യാപ്ഡ് മൗണ്ടൻ കാണാം. ഒരു പോസ്റ്റ് കാർഡ് പോലെയാണ് ഇരിക്കുന്നത്. രാവിലെ ഞാനിങ്ങനെ ഉണർന്ന് വന്ന് ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഈ സാറാഹാനെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞത് ഒരുപാട് ലെജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഐതിഹ്യ കഥകളുമായി ബന്ധപ്പെട്ടാണ്. അന്ന് സാറാഹൻ്റെ പേര് ഷോണിത്പൂർ എന്നായിരുന്നു. ഷോണിത്പൂർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു രാജ്യം ഭരിച്ചിരുന്നത് ബാണാസുരൻ എന്ന് പറഞ്ഞ രാജാവായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ രാജ്യമായിരുന്നു ഇതെന്നാണ് പറയുന്നത്. അങ്ങനെ ബാണാസുരൻ്റെ ഈ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ പുത്രിയായിരുന്നു സുന്ദരിയായ ഉഷ എന്ന രാജകുമാരി. ഉഷ രാജകുമാരി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു ഒരു സുന്ദരനായ രാജകുമാരനെ. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ആ രാജകുമാരനെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഇങ്ങനെ ദുഃഖത്തിലിങ്ങനെ നടക്കുകയാണ്, കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നിട്ട് രാജകുമാരി ഉഷ അവളുടെ കളിത്തോഴി അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ചിത്രലേഖയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ചിത്രലേഖ ഒരു പടം വരയ്ക്കുന്നു. പടം വരച്ച് ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ വെച്ച് പടം വരച്ച് നോക്കിയപ്പോൾ ഈ രാജകുമാരനെ അതുപോലെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പത്തിലെ ഉഷ രാജകുമാരിയുടെ മനസ്സിലുണ്ടായിരുന്ന രാജകുമാരനെ പടത്തിൽ ഇങ്ങനെ സ്കെച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് രാജകുമാരൻ എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ചിത്രലേഖ പറയുന്നു, ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഈ രാജകുമാരനെ ഞാൻ നിനക്കായി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ പോയ കൂട്ടത്തിൽ ചിത്രലേഖയ്ക്ക് വഴിയിലൊരു രാജകുമാരൻ കിടന്നുറങ്ങുന്നത് കാണുന്നു. അത് മറ്റാരുമല്ല, അനിരുദ്ധൻ, ശ്രീകൃഷ്ണൻ്റെ മകനാണ്. ആ ഉറങ്ങുന്ന രാജകുമാരനെ കണ്ടപ്പോൾ ഈ പടത്തിൽ കണ്ട അതേ രാജകുമാരൻ്റെ മുഖം കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. കൂട്ടുകാരിക്ക് വേണ്ടി കൊണ്ട് ഉഷ രാജകുമാരിക്ക് കൊടുക്കുന്നു ചിത്രലേഖ. അനിരുദ്ധനെ കടത്തിക്കൊണ്ടുപോയ കഥ അറിഞ്ഞ് കൃഷ്ണൻ ഈ രാജ്യത്തേക്ക് വരികയും ഷോൺപൂരിലേക്ക് വന്നിട്ട് ഇവിടെ വന്ന് ബാണാസുരനെ കീഴടക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ബാണാസുരൻ പാവം രാജാവ് ഇതൊന്നും അറിയുന്നില്ല, മകൾ കാട്ടിക്കൂട്ടിയ വിക്രിയകളൊന്നും. പക്ഷേ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഥകളെല്ലാം പിന്നെ ശ്രീകൃഷ്ണൻ അറിയുകയും അദ്ദേഹം രാജ്യം തിരിച്ചു കൊടുക്കുന്നു. മകനെ ഈ ഉഷ രാജകുമാരിയെ കൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ഐതിഹ്യ കഥകളാണ് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സാറാഹനിൻ്റെ പഴയ കാര്യങ്ങൾ. അന്ന് സാറാഹൻ എന്നല്ല ഈ സ്ഥലത്തിൻ്റെ പേര്, അന്ന് ഷോണിത്പൂർ എന്ന രാജ്യമായിരുന്നു ബാണാസുരൻ്റെ രാജ്യം. എന്ത് മനോഹരമായ രാജ്യം ആലോചിച്ചു. നിറച്ച് ആപ്പിൾ തോട്ടങ്ങളും ഇത്ര മനോഹരമായ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസും ഒരു പിക്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലം അല്ലേ. ഇന്ന് ഇവിടെ നിന്ന് യാത്ര ഇങ്ങനെ കറങ്ങി നടക്കാൻ പോകണം. ഇവിടുത്തെ ബാക്കി കാഴ്ചകളെല്ലാം കാണാനായിട്ട് എന്തൊക്കെ കാണാൻ സാധിക്കും നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു വില്ലേജ് ഏരിയയിൽ എത്തിയിരിക്കാം. ഗ്രാമമാണ്, രംഗോറി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഭാഗത്തെത്തി. കണ്ടില്ലേ, ടിപ്പിക്കലായിട്ടുള്ളൊരു വില്ലേജ് ഏരിയ ആണിത്. ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഫുൾ ഊളിലാണ് ചെയ്തിരിക്കുന്നത്, വുളൻ ക്ലോത്താണ്. ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ തണുപ്പിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ്. എല്ലാവർക്കും തലയിൽ ഇങ്ങനെ ഒരു സ്കാർഫ് വെച്ച് കെട്ടുണ്ട്. ഇത് സാറാഹനിലെ ഒരു ടിപ്പിക്കൽ ഡ്രസ്സാണ്.
ഇതാണ് ഓക്കിലി എന്നാണ് പറയുന്നത്. ഈ പാറയുടെ അകത്തൊരു ചെറിയൊരു ഹോളൊക്കെ ആയിട്ട് ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുക. ഓക്കിലി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇവിടെ ഇതിലാണ് നെല്ല് കുത്തിക്കൊണ്ടിരുന്നത്. അറിയാലോ, നമ്മുടെ നാട്ടിൽ നെല്ലൊക്കെ കുത്തില്ല, അതുപോലെ ഇത് നാച്ചുറലായിട്ടുള്ള പാറയിൽ ഇങ്ങനെ ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഓക്കിലി. ഗ്രാമത്തിലേക്കുള്ള വഴിയിലാണ് ഞാൻ നടന്ന് പോകുക. രണ്ട് സൈഡിലും വൈൽഡ് ചെടികളാണ് കാണുന്നതെല്ലാം. വൈൽഡ് റോസസിൻ്റെ ചെടികൾ, അങ്ങനെ പല പല ഫ്രൂട്ട് ട്രീസൊക്കെ കാണാൻ സാധിക്കും. ഈ റെങ്കോറി എന്നുള്ള ഗ്രാമത്തിൻ്റെ അകത്തേക്ക് ഞാൻ കയറാൻ പോവാണ്. ഇവിടുത്തെ ഈ ഒരു വില്ലേജിൻ്റെ ഒരു പ്രത്യേകത കണ്ടല്ലോ, ഇവിടുത്തെ എല്ലാം വില്ലേജസ് ഇങ്ങനെയാണ്. ഇതിൻ്റെ റൂഫ് കാണുന്നുണ്ടല്ലോ വീടുകളുടെ, സ്ലേറ്റ് റൂഫാണ്. അപ്പോൾ സ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു തരം കല്ലാണല്ലോ, അപ്പോൾ അങ്ങനത്തെ റൂഫ് ടോപ്സാണ്. പിന്നെ ഇപ്പോൾ കുറേ വീടുകളൊക്കെ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇവിടെയൊക്കെ ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ഭദ്രത കൂടുതലാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറേ പഴയ ബിൽഡിങ്സിൽ അങ്ങനെ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് അവർ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് പോവാം. രാവിലെ തന്നെ ആൾക്കാരെല്ലാം ഫീൽഡിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടല്ലോ, ആപ്പിൾ തോട്ടത്തിലേക്കാണ് പോകണത്. മരുന്നടിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അത് ബാസ്ക്കറ്റൊക്കെ ആയിട്ട് പോവാണ്. കള പറിക്കണം. വീടുകളിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ യാത്ര ചെയ്ത് അവരുടെ തോട്ടത്തിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഫീൽഡ് ഉണ്ടാവും. കുറച്ച് ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീൽഡ്. എന്തായാലും പണിക്ക് പോകാനായിട്ട് ഇറങ്ങി തുടങ്ങി. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതൊരു തനി വില്ലേജാണ് ഇവിടുത്തെ ഗ്രാമം. നോക്കൂ, ഇവിടെ കുറേ വെജിറ്റേഷനും ഉണ്ട്. ഒരു മെയ്സ് വളർത്തുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് പംകിൻ ഉണ്ട്, പിന്നെ ആപ്പിൾ ട്രീസ് ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടിയൊക്കെയാണ് നടക്കുക. അപ്പോൾ ഇവർ രാവിലെ ബാസ്ക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ആപ്പിൾ തോട്ടത്തിലേക്ക്. പുല്ലൊക്കെ പറിക്കും, അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് കാറ്റൽസിന് കൊടുക്കും, പശുവിനൊക്കെ കൊടുക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് നമുക്ക്